ഹലോ, എസ്റെ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ നല്ല റെസ്പോൺസ് ആണ് വന്നിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർ നമ്മൾ അവർ ചെയ്ത വർക്ക്സ് ഒക്കെ സെല് ചെയ്യാനായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് സാരീസ് നമുക്ക് ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാം ഗ്രാജുവലി ഓരോരോ വീഡിയോസിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. മൊത്തം കൂടെ നമുക്ക് ഒരു വീഡിയോയിലായിട്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരുടെയും സാരീസ് റാൻഡം ആയിട്ട്, അതായത് 3 സാരി 4 സാരി ഒക്കെ അയച്ചു തന്നവരുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ പിക്ക് ചെയ്ത് ഒരു 4 സാരി വീതം നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ട് കാണിക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി മുമ്പോട്ടും ഇതുപോലത്തെ സാരീസ് അയച്ചു തരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ആ ഒരു സെക്ഷൻ അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ലാസ്റ്റ് ടൈം സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ്റെ വീഡിയോ ഇട്ട സമയത്ത് 1-2 കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പ്രൈസ് നമ്മൾ ഒത്തിരി ഹൈപ്പ് ചെയ്ത് കൂടുതലായിട്ടാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ആയിട്ടൊക്കെ. അതിനൊരു റിപ്ലൈ നമ്മളിപ്പോൾ പറയുവാണ്. നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ സാരീസും ഹാൻഡ് എംബ്രോയിഡറി സാരീസ് ആണ്. അപ്പോൾ അതിനകത്ത് എല്ലാം നമ്മൾ നേരത്തെ ഈ കാണിച്ചിട്ടുള്ള വീഡിയോസിനകത്തൊക്കെ ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോയിലും ഒക്കെ എല്ലാ സാരിയിലും നമുക്കൊരു 6-7 ഡിസൈൻസ് ഒക്കെ വരുന്ന പോലത്തെ സാരീസ് ആണ്. ഇത്രയും ഡിസൈൻസ് ഒരു സാരിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. ആ ഒരു ടൈമിൻ്റെയും എഫേർട്ടിൻ്റെയും പ്രൈസ് മാത്രമേ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളൂ. ഹാൻഡ് എംബ്രോയിഡറി സാരീസ് യൂസ് ചെയ്തിട്ടുള്ളവരും വാങ്ങിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം നോർമലി ഹാൻഡ് എംബ്രോയിഡറി സാരീസിന് എങ്ങനെയാണ് പ്രൈസ് വരുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിച്ചസും അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാസ്റ്റ് ഓൺ സ്റ്റിച്ചും ബുള്ളിൻ നോട്ട്സും പോലത്തെ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട വർക്കുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു റേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറി സാരീസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് നിങ്ങളുടെ ഒരു ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങുന്നത് പോലെ വേണമെന്നുണ്ടെങ്കിൽ അതിന് കസ്റ്റമൈസ് ചെയ്യുകയായിരിക്കും നല്ലത്. അതിപ്പോൾ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽ, അതായത് കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറഞ്ഞ മെറ്റീരിയലിനകത്ത് കുറച്ചുകൂടെ ഡിസൈൻസിൻ്റെ എണ്ണം കുറച്ച് സൈസൊക്കെ കുറച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന അല്ലെ ഉദ്ദേശിക്കുന്ന ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി സാരീസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന സാരീസാണ്. അത്രയും ടൈം എടുത്ത് ചെയ്തൊരു സാരി നമുക്ക് ഒരിക്കലും ചെറിയൊരു എമൗണ്ടിൽ സെല്ല് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മളിതൊരു ബിസിനസ് ആയിട്ടൊന്നും അല്ല ഇത് സെല്ല് ചെയ്യുന്നത്. കുറച്ച് ഇതുപോലെ നമ്മളെ പോലെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് അവർ ചെയ്തൊരു വർക്കിന്, അവരുടെ ടൈമിന്, എഫേർട്ടിന് ഒക്കെ ഒരു റിട്ടേൺ കിട്ടുന്നത് പോലെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു സാരീസ് ഡിസ്പ്ലേ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കുറേ സാരീസിൻ്റെയൊക്കെ പ്രൈസ് നമുക്ക് കസ്റ്റമേഴ്സ് തന്നെ, അതായത് സബ്സ്ക്രൈബേഴ്സ് തന്നെ പറയുന്ന ഒരു റേറ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത്. കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ പ്രൈസ് ഇടാവുമെന്ന് ചോദിക്കുന്ന സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ഏതാണേലും നമ്മൾ ഒരുപാട് പ്രൈസ് ഒന്നും ചാർജ് ചെയ്തല്ല ഈ ഒരു സാരീസ് ഒന്നും തന്നെ കാണിക്കുന്നത്. ഈ കാണിക്കുന്ന ഏതെങ്കിലും സാരീസ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് സാരീസ് കാണാം. അപ്പം നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഒലിവ് ഗ്രീൻ കളറിലെ ചെക്കോട്ട സാരിയിൽ ഈ ഒരു പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻസ് വരുന്നൊരു സാരിയാണ്. ഇതിനകത്ത് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ചെറിയ ചെറിയ ഫ്ലവർ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ഇത് പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ആ ഫ്ലവേഴ്സിനെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നത് പോലെ യെല്ലോ കളറിലെ ഫ്രഞ്ച് നോട്ട്സ് എല്ലാ ഫ്ലവേഴ്സിൻ്റെ നടുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ലീവ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റെംസും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇത്. നമുക്ക് ആ ഒരു കളറിൻ്റെ കറക്റ്റ് ഒരു ഇത് വീഡിയോയിൽ ചിലപ്പം മനസ്സിലായെന്ന് വരത്തില്ല. കാരണം വെച്ചാൽ ലൈറ്റിൻ്റെ ഇഷ്യൂസ് കൊണ്ട് ചെറിയ വേരിയേഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ്. ഇതിനകത്ത് പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. അത്യാവശ്യം നല്ല ഒരു പിങ്ക് ഗ്രീൻ കോമ്പിനേഷൻ നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് തന്നെ ഈ ഒരു സാരിയിൽ വരും. അതുപോലെ തന്നെ ഇത്രയും തിക്കായിട്ടുള്ള ഫ്ലവർ ഡിസൈൻസും കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഹെവി ആയിട്ട് തന്നെ എംബ്രോയിഡറി നമുക്ക് ഈ ഒരു സാരിയിലുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ കാസ്റ്റ് ഓൺ സ്റ്റിച്ച് അത്യാവശ്യം നല്ലതായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്നൊരു സ്റ്റിച്ച് തന്നെയാണ്. ആ സ്റ്റിച്ച് വെച്ചിട്ട് ഇത്രയും ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് ടൈം എടുക്കുന്ന ഒരു വർക്ക് തന്നെയാണ്. ഇതിൻ്റെ പല്ലുവിൻ്റെ ഒരു എൻഡിലാണ് ഈ വലിയ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പല്ലുവിൻ്റെ സെൻട്രൽ പോർഷനിൽ, അതായത് ആ ഒരു നടുക്ക് വരുന്ന ആ ഒരു പോർഷനിൽ ചെറിയ സൈസിൽ സെയിം പാറ്റേണിലൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ആ സെയിം കളർ കോമ്പിനേഷൻ ഒക്കെ തന്നെ ചെയ്തിട്ട് സൈസ് ഒരു ഇച്ചിരി ലെങ്ത് മാത്രം ഇച്ചിരി കുറഞ്ഞുകൊണ്ട് ആ ഒരു സെയിം ഡിസൈൻ ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ വന്നിട്ടുണ്ട്. ആ സെയിം സൈസിൽ തന്നെ ഒരെണ്ണം ഇതിൻ്റെ മറ്റേ എൻഡിലും, അതായത് നമ്മൾ പള്ളിയിലൊക്കെ ഇടുമ്പോഴൊക്കെ ആണെങ്കിലും നന്നായിട്ട് കാണാവുന്നത് പോലെ പല്ലുവിൻ്റെ 3 എൻഡിലും വരുന്നത് പോലെ, അല്ലെങ്കിൽ സാരി ഫ്രണ്ടിലോട്ടൊക്കെ പിടിച്ചു കുത്തുന്നവർക്കോ പിടിക്കുന്നവർക്കോ ഒക്കെ കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് ആയിട്ട് ആ ഡിസൈൻസ് ഫുള്ള് കാണാൻ പറ്റുന്നത് പോലെ ആ 3 ഡിസൈൻ ആ പല്ലുവിൻ്റെ എൻഡിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിലാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴും നമ്മൾ ആ പല്ലുവിൻ്റെ സൈഡിൽ കണ്ടതുപോലെ ഒരു ചെറിയ ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. തീരെ ചെറുതായിട്ടുള്ള ഡിസൈൻ, ചെറിയ ഡിസൈൻ ഉദ്ദേശിച്ച് നമ്മൾ പല്ലുവിലൊക്കെ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ സൈസ് കുറവെന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു ഫ്ലവേഴ്സ്, അത്യാവശ്യം റിച്ച് ആയിട്ട് ഫ്ലവേഴ്സ് ഉള്ളൊരു ഫ്ലവർ ബഞ്ച് തന്നെയാണ് ഈ റണ്ണിങ് പോർഷനിലാണേലും പല്ലുവിൻ്റെ എൻഡിലൊക്കെ ആണെങ്കിലും കൊടുത്തിരിക്കുന്നത്.
അതുപോലെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സാരിയുടെ ചെസ്റ്റ് പോർഷനാണ്. ചെസ്റ്റ് പോർഷനിൽ വരുമ്പോഴത്തേനും ഇത്രയും ലെങ്തിലൊരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 24-25 ഇഞ്ചസ് വരുന്നത് പോലെ ഒരു ഫുൾ ലെങ്ത് ഒരൊറ്റ സിംഗിൾ ഡിസൈനാണ് ഈ ചെസ്റ്റ് പോർഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഉടുത്ത് വരുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ളും ഒരു സിംഗിൾ ഫ്ലവറായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് വരുന്നത് പോലെ ഡിസൈൻ ഉണ്ട്. ഫ്രണ്ട് ഫുള്ളായിട്ട് ആ ഒരു ബോർഡർ ഡിസൈൻ വന്നിരിക്കുന്നത് പോലെ തന്നെ ഇത്രയും റിച്ച് ആയിട്ട് ഇത്രയും തിക്കായിട്ട് ഫ്ലവേഴ്സും ലീവ്സും ഉള്ളൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കുള്ളൊരു സാരി തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അതിൻ്റെ ഗ്രീൻ പിങ്ക് കോമ്പിനേഷനും അതുപോലെ ഞാൻ എല്ലാ വീഡിയോസിലും എടുത്തു പറയാറുള്ളത് പോലെ നമ്മൾ ഫ്ലവേഴ്സിനൊക്കെ 2 ഷെയ്ഡ്സ് കൊടുക്കുമ്പോഴത്തേനും ആ ഒരു ഡിസൈന് തന്നെ ഒരു നല്ല ഡെപ്ത് വരും. ആ ഒരു ഡെപ്ത് ഈ ഒരു സാരിയിൽ ഫുള്ള് വന്നിട്ടുണ്ട്. ആ പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് തരുന്ന ഒരു ഫ്ലവർ ഡിസൈനിൽ നല്ല ഭംഗിയുണ്ട് ഈ സാരി ഉടുത്ത് വരുമ്പം. നെക്സ്റ്റ് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പോഴത്തേനും നമ്മൾ പല്ലുവിൻ്റെ മെയിൻ എൻഡിൽ കണ്ടതുപോലെ ഒരു വലിയ ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. പല്ലുവിൻ്റെ ആ മെയിനായിട്ടുള്ള അറ്റത്ത് കണ്ട അതേ വലുപ്പത്തിൽ തന്നെ വരുന്നത് പോലെ അത്യാവശ്യം വലിയ സൈസിൽ തന്നെ വരുന്നത് പോലെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പോസിലാണ് ഈ ഒരു റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് ഈ ഒരു സാരിയിൽ ഇതുപോലത്തെ ഈ ഒരു സൈസിൽ വരുന്ന പോലത്തെ 2 ഡിസൈനും അതുപോലെ ഇതിൻ്റെ ചെറിയൊരു സൈസിൽ വരുന്നത് പോലത്തെ 3 ഡിസൈനും ചെസ്റ്റ് പോർഷനിൽ ഒരു വലിയ ഡിസൈനുമാണ് ഉള്ളത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1929 ആണ്. 1929 റുപ്പീസാണ്. ഇത്രയും ലെങ്തിൽ ഇത്രയും റിച്ച് ആയിട്ട് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സാരിക്ക് ഈ ഒരു പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഒണിയൻ ഷെയ്ഡിലുള്ള കോട്ടൺ ചെക്കോട്ട സാരിയിലുള്ള ഒരു എംബ്രോയിഡറി ആണ്. നമ്മൾ നോർമലി കണ്ടുവരുന്ന കളർ കോമ്പിനേഷൻസോ ഡിസൈൻസോ ഒന്നും അല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ പല്ലു പോർഷൻ്റെ ഫസ്റ്റ് എൻഡിൽ വരുന്ന ഡിസൈൻ ആണ്. ഇതൊരു ലീഫ് പാറ്റേൺ ആണ് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത്. അതും കുറേ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ നോർമലി കണ്ടുവരുന്ന ആ ഒരു കളർ ഷെയ്ഡ്സ് ഒന്നും തന്നെയല്ല ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് ആയിട്ടും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടും ഒക്കെ വരുന്നത് പോലെ നല്ലൊരു യുണീക്കായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. അതിനകത്ത് മെറൂണും ബ്രൗണും വൈറ്റും ഒക്കെ കൂടെയുള്ള കോമ്പിനേഷൻസിൽ ചെറിയൊരു ലീഫും അതിനിടയ്ക്കൊരു ആ ഒരു ലീഫിനൊരു ഹൈലൈറ്റ് വരുന്ന പോലെ ആ മെറൂൺ കളേഴ്സ് യൂസ് ചെയ്തിട്ടും ഒക്കെ ചെയ്തതുപോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നോർമലി അങ്ങനെ കണ്ടുവരുന്ന ഡിസൈൻ അല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. എന്നാലും നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ്. ആ കളർ കോമ്പിനേഷൻ ആ ഒരു സാരിയിൽ ആ ഒരു വൈറ്റ് ബ്രൗണിൻ്റെ ഷെയ്ഡും മെറൂൺ വെച്ചിട്ടൊരു ഹൈലൈറ്റും ഒക്കെ വരുമ്പോഴത്തേനും ആ സാരിക്കൊരു നല്ലൊരു എലഗൻസ് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെയിം സൈസിലുള്ള ഡിസൈൻ ഇതിൻ്റെ പല്ലുവിൻ്റെ അപ്പുറത്തെ എൻഡിലും ചെയ്തിട്ടുണ്ട്. ഡിസൈൻസ് ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ കുറച്ചൊരു ഡിഫറൻസ് വെച്ച് എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാം യുണീക്കായിട്ടല്ല, കുറച്ചൊരു നല്ലൊരു ഇച്ചിരി ഡിഫറൻസ് ഒക്കെ വരുത്തി നല്ലൊരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഡിസൈൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ട് തന്നെ ഫിനിഷ് വന്നിരിക്കുന്ന പോലത്തെ വർക്കാണ്. അതും ഈ വൈറ്റ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ത്രെഡിനും കുറച്ചുകൂടി ഒരു നല്ലൊരു ഷൈനിങ് ഒക്കെ തന്നെയുണ്ട് ആ ഒരു സാരിയിൽ വരുമ്പോഴത്തേനും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് ലൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് സാരിയുടെ കളർ കുറച്ചുകൂടി ഡള്ളായിട്ടാണ് നമുക്ക് വീഡിയോയിൽ കാണത്തുള്ളൂ. എന്നാലും എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ഡാർക്ക് ഒണിയൻ പിങ്ക് ഷെയ്ഡ്, നമ്മൾ പ്ലെയിൻ സാരീസ് ഒക്കെ നേരത്തെ സെല് ചെയ്തിട്ടുള്ള ഡാർക്ക് ഒണിയൻ ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ്. നല്ലൊരു കളറാണ്. എല്ലാ കോംപ്ലക്ഷനുള്ളവർക്കും സ്യൂട്ട് ആവുന്നത് പോലെ ഡെയിലി വെയർ ആയിട്ടൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണ്. അതിനകത്ത് നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ യൂസ് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി ഫ്ലവേഴ്സ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഫുള്ള് ഈ ഒരു ഗ്യാപ്പ് വിട്ട് നമ്മൾ അത് കണ്ടതിനേക്കാളും കുറച്ചൊരു ചെറിയ സൈസിലായിട്ട് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം നമ്മുടെ ചെസ്റ്റ് വരെയും കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും ആ ഒരു ഡിസൈൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് പോലെയാണ് നമുക്ക് ഈ ഒരു സാരിയിൽ ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇതുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ തൊട്ട് ആ ഒരു ഡിസൈൻ വരുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ചെറിയ ഡിസൈൻസ് നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു ഷോൾഡറിന് കുറച്ച് താഴെയായിട്ട് വരുന്നത് പോലെ ഡിസൈൻ തുടങ്ങി പല്ലുവിൻ്റെ എൻഡ് വരെയും ആ ഡിസൈൻ വരുന്നത് പോലെ ഇങ്ങനെ ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 4 ഡിസൈൻസ് ഈ ഒരു പല്ലുവിലും ആ ചെസ്റ്റിലൂടെ കവർ ചെയ്ത് ഡിസൈൻസ് വരുന്നത്. ചെറിയ ഡിസൈൻസ് തന്നെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും ചെറിയ ഡിസൈൻ തന്നെ കൊടുക്കാം. നമ്മൾ പല്ലുവിൽ കൊടുത്തിരിക്കുന്ന വലിയ ഡിസൈൻ അല്ല, ചെറിയ ഡിസൈനാണ്. ഈ ഒരു ഡിസൈൻ ആയിരിക്കും നമുക്ക് ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ബാക്കി നമുക്ക് റണ്ണിങ് പോർഷനിലോട്ട് ഫുള്ളായിട്ട് ആ ഒരു ഫുൾ ബോർഡറിൽ വരുന്നത് പോലെ ഒരു 3 ഡിസൈൻസ് വരുന്നത് പോലെ അങ്ങനെയാണ് നമുക്കിതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. അതുപോലെ ഈ ഒരു സാരീസിൻ്റെ
ലെഗ് പോർഷനിൽ, അതായത് ബോട്ടം പോർഷനിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി സ്റ്റാൻഡിങ് പോസിൽ ഫ്ലവേഴ്സ് കൊടുക്കുമ്പം കുറച്ച് എൻഡിലായിട്ടാണ് ഫ്ലവേഴ്സ് വരുന്നത്. ഈ ഒരു സാരിയിൽ വരുമ്പം അത്ര എൻഡിലായിട്ടല്ലാണ്ട് നമ്മൾ ഒരു മുട്ടിന് താഴെ വരുന്നത് പോലെ, ജസ്റ്റ് ആ ഒരു മുട്ടിന് താഴെ വരുന്നത് പോലെ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡിങ് പോസിലെ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫ്ലീറ്റ്സിനിടയ്ക്കൂടെ എല്ലാം ഡിസൈൻസ് വരുന്നത് പോലെ നിറച്ചും ഈ ഒരു സാരിയിൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെസ്റ്റ് പോർഷനിലൊക്കെ കണ്ട സൈസിലുള്ള ആ ഒരു ഫ്ലവർ പാറ്റേൺ ഇതിനകത്ത് ഈ ഒരു ബോട്ടം ഫ്ലീറ്റിൽ മൊത്തം കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടത് അത്യാവശ്യം പറഞ്ഞ പോലെ ഫുൾ ആ ഒരു ഫ്ലീറ്റ്സിന് ഇടവഴിയെല്ലാം തിക്കായിട്ട് ഡിസൈൻ വരുന്നത് പോലെ ബോട്ടം പോർഷനിൽ നല്ലപോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. 6 ഡിസൈൻസ് ചെയ്യുന്നുണ്ട് ഈ ബോട്ടം പോർഷനിൽ ഈ ഒരു സൈസിലുള്ള ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് വരുമ്പോഴത്തേനും. ഈ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു സാരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിൻ്റെ ആ ഒരു രീതി ചെയ്തിരിക്കുന്നതും ഡിസൈൻ ആണെങ്കിലും കളർ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം കുറച്ചൊരു നമ്മൾ നോർമലി കണ്ടുവരുന്ന ഹാൻഡ് എംബ്രോയിഡറി സാരീസിനേക്കാളും കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2195 ആണ്. ഇതിനകത്ത് നമുക്ക് ഈ ബോട്ടം പോർഷനിൽ തന്നെ 6 ഫ്ലവേഴ്സ് ഈ സൈസിലുണ്ട്. അതുപോലെ നമ്മുടെ പല്ലു പോർഷനിൽ വരുമ്പോൾ ഇതേ സൈസിലുള്ള 3 ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനെ ഈ ഒരു സൈസിൽ വരുന്ന മൊത്തം 9 ഫ്ലവേഴ്സ് മൊത്തം ഈ സാരിയിലുണ്ട്. അതുകൂടാതെ പല്ലുവിൻ്റെ 2 വശത്തും വലിയ 2 ഫ്ലവേഴ്സും വരുന്നത് പോലെ മൊത്തം 11 ഡിസൈൻസ് വരുന്നൊരു സാരിയാണ്. ഈ ഒരു പ്രൈസിൽ ഈ ഇത്രയും വർക്കുള്ളൊരു സാരി എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര വർത്തായിട്ടുള്ള സാരിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബർ ഫസ്റ്റ് ടൈമായിട്ട് സാരീസ് സെല് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരൊരു ഓഫർ പ്രൈസിൽ ഇട്ടിരിക്കുന്നതാണ് ഈ സാരി. അതുകൊണ്ട് തന്നെ ഇത്രയും വില കുറവിൽ ഇത്രയും വർക്കുള്ളൊരു സാരി നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പൗഡർ ബ്ലൂ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ്സും ഗ്രീനിൻ്റെ ഡബിൾ ഷെയ്ഡും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന ചെറിയൊരു ഫ്ലവർ ബഞ്ച് ഡിസൈനാണ്. നമ്മൾ നേരത്തെ കാണിച്ച സാരി പോലെ തന്നെ ഈ ഒരു സാരിയിൽ ഓവറോൾ ഒത്തിരി ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ ഇത് കളർ കറക്റ്റായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പൗഡർ ബ്ലൂ കളർ നമ്മൾ പ്ലെയിൻ സാരീസ് നമ്മൾ നേരത്തെ ഇഷ്ടം പോലെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളൊരു ഷെയ്ഡാണ്. പക്ഷേ ഈ പറഞ്ഞ വീഡിയോയുടെ ലൈറ്റിൻ്റെ ഇഷ്യൂസ് കാരണം കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡിലായിരിക്കും വീഡിയോയിൽ ഈ ഒരു സാരി കാണുന്നത്. പൗഡർ ബ്ലൂ ഷെയ്ഡ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന ചെക്കോട്ടയുടെ ഒരു ഷെയ്ഡാണ്. അതിനകത്ത് നമ്മൾ പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ ഫ്ലവർ ബഞ്ചാണ്, കുഞ്ഞൊരു സൈസ്, ഒരു സർക്കിൾ സൈസിൽ വരുന്നത് പോലത്തെ ഒരു ഡിസൈനാണ്. പക്ഷേ ഈ ഒരു സാരിയുടെ ഫുൾ ബോർഡർ വരുന്നത് പോലെ തന്നെ ഈ ഒരു സാരി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ഫ്ലൈ സ്റ്റിച്ചും അതുപോലെ ലേസി ഡേസിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് സിൽക്ക് ത്രെഡും നോർമൽ ത്രെഡും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഇതിനകത്ത് ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ കൊടുത്തിരിക്കുന്ന സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തും ഫ്ലവർ പാറ്റേൺ ഒക്കെ നമ്മുടെ ആങ്കറിൻ്റെ പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് വരുന്നത് പോലത്തെ ത്രെഡ് യൂസ് ചെയ്തുമൊക്കെ ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. അപ്പോൾ ഇതിനകത്ത് പല്ലുവിൽ എൻഡിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പല്ലുവിൻ്റെ ബോർഡറിൽ കൂടെ, അതായത് പല്ലുവിൻ്റെ എൻഡിൽ വരുമ്പം ഇനി ഈ ഒരു ബോർഡറിൽ ഈ ഒരു ഗ്യാപ്പ് വിട്ട് 4 ഡിസൈൻസ് സെയിം സൈസിൽ വരുന്ന പോലത്തെ 4 ഡിസൈനാണ് പല്ലുവിൻ്റെ എൻ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി നേരത്തെ സാരിയിലൊക്കെ പറഞ്ഞതുപോലെ പല്ലു ഇങ്ങനെ നൂർത്ത് പിടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ എൻ പോർഷനിലെ ഫുൾ ഫ്ലവേഴ്സിനും നല്ല ആ ഒരു ലുക്ക് വരും. ഫുൾ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള പല്ലുവിനേക്കാളും നല്ല ഭംഗിയായിരിക്കും പല്ലുവിൽ എൻഡ് കവർ ചെയ്ത് ബോർഡറിൽ കൂടെ ആ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നത് പോലെ. അതുപോലെ ഇതിനകത്ത് നമ്മുടെ ആ ഒരു പല്ലുവിൻ്റെ റണ്ണിങ് പോർഷനിലും അതുപോലെ തന്നെ ഗ്യാപ്പ് വിട്ട് ഫ്ലവർ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഫ്ലവേഴ്സ് നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ, അതായത് റണ്ണിങ് പോർഷനിൽ വരുന്നത് പോലെ പല്ലുവിൻ്റെ എൻഡ് കൊടുത്തിരിക്കുന്നത് കൂടാതെ 3 ഡിസൈൻസ് അതിൻ്റെ റണ്ണിങ് പോർഷനിൽ വരുന്നത് പോലെ ആ ഡിസൈൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഒരു 3 ഡിസൈൻസ് തന്നെ ചെസ്റ്റ് പോർഷനിലും വരുന്നത് പോലെയാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പം അതുപോലെ തന്നെയുള്ള 3 ഡിസൈൻസ്, ആ റൗണ്ട് വരുന്ന പോലത്തെ 3 ഡിസൈൻസാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലും വന്നിരിക്കുന്നത്. അടുപ്പിച്ച് തന്നെ നമ്മൾ ആ 3 ഡിസൈൻസും ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെസ്റ്റ് പോർഷനിൽ ഒത്തിരി താഴോട്ട് ഡിസൈൻസ് വരത്തില്ല. ചെസ്റ്റ് പോർഷൻ തൊട്ട് അങ്ങ് പല്ലു വരെയും തിക്കായിട്ട് ഫ്ലവേഴ്സ് ബോർഡർ വരുന്നത് പോലെ ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ആ ഒരു റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻസ് നമ്മൾ നേരത്തെ സാരിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ്, അതായത് ഒത്തിരി ബോട്ടം പോർഷനിലോട്ട് ഇറങ്ങി വരാതെ കുറച്ചൊരു നേരത്തെ സാരിയോളം കയറിയല്ല, എന്നാലും ഒരു കൈപ്പത്തി ഡിഫറൻസോളം വരുന്നത് പോലെ കയറിയാണ് എൻഡിൽ നിന്നും മുകളിലോട്ട് കയറിയ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. സെയിം ഫ്ലവർ പാറ്റേൺ തന്നെ ഈ ഒരു സാരിയിൽ ഫുൾ കൊടുത്തിരിക്കുന്ന സൈസ് എല്ലാം സെയിം തന്നെയാണ്. ബോട്ടം പോർഷനിലും തിക്കായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഗ്യാപ്പ് വിട്ട് തന്നെ ബോട്ടം പോർഷനിലും ഒത്തിരി ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ എല്ലാം ഡിസൈൻസ് വരുന്നത് പോലെ, റൈറ്റ് ലെഗ് പോർഷൻ തൊട്ട് ആ ഫ്ലീറ്റ്സിൻ്റെ ഇടയിലെല്ലാം ഡിസൈൻ വരുന്നത് പോലെ ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയും ഡിസൈൻസ് ഇതിൻ്റെ ബോട്ടം പോർഷനിൽ
ഇങ്ങനെ ഫുൾ ആ ഒരു സാരിയുടെ ഒരു മിഡ് പോർഷൻ വരുന്ന പോലെ, സാരിയുടെ പകുതി പോർഷൻ വരുന്ന പോലെ, ഏകദേശം നമ്മുടെ ലെഫ്റ്റ് ലെഗ് പോർഷൻ വരുന്നത് വരെയും വരുന്നത് പോലെ ഇത്രയും ഫ്ലവേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സാരിയുടെയും പ്രൈസ് വരുന്നത് 2195 ആണ്. ഈ സാരിയിൽ ഇതുപോലത്തെ 17 ഡിസൈൻസ് നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ടും സെയിം കസ്റ്റമർ തന്നെ നമുക്ക് അയച്ചു തന്ന സാരീസ് ആണ്. അവർ ഫസ്റ്റ് ടൈം ആയിട്ട് സെല് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഓഫർ പ്രൈസിലാണ് ഈ ഒരു സാരീസ് രണ്ടും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. 17 ഡിസൈൻസ് വരുന്ന കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് ഇത് മൊത്തം. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഈ സാരിയിൽ സ്ട്രോബെറിയുടെ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ, നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഓഫ് വൈറ്റും വൈറ്റും. ഓഫ് വൈറ്റിൽ ആ ഒരു റെഡ് മെറൂൺ ഷെയ്ഡിന്റെ കോമ്പിനേഷൻ വരുന്നത് അത്യാവശ്യം നല്ലതായിട്ട് എപ്പോഴും നമുക്ക് ട്രെൻഡിങ് ആയിട്ട് തന്നെ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ ആണ്. എസ്പെഷ്യലി ചേർച്ച് വെയർ ആയിട്ടൊക്കെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു റെഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ. അതിനകത്ത് ഒരു ഡാർക്ക് ഗ്രീനിന്റെ എലമെന്റ് കൂടെ ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയാണ്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രോബെറി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ട്രോബെറിക്കൊക്കെ നല്ലൊരു ഡെപ്ത് ഉണ്ട്. അതിനകത്ത് ആ ഒരു സീഡ്സ് ഒക്കെ പോലെ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെ ചെറിയൊരു ഹൈലൈറ്റും കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്കൊരു ഒറിജിനൽ ലുക്കൊക്കെ തോന്നാൻ വേണ്ടി ആ ഒരു കളർ കോമ്പിനേഷൻ മിക്സ് ചെയ്തിരിക്കുന്നതും ആ ഒരു വൈറ്റ് കളറിലെ ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നതും ഒക്കെ ആ ഒരു സാരിക്ക് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിന്റെ പല്ലുവിന്റെ എൻഡിൽ വരുന്ന ഡിസൈൻ ആണ് ഈ ഒരു 3 സ്ട്രോബെറിയും കുറച്ച് ലീവ്സും വരുന്ന ഒരു പാറ്റേൺ. ഇതിന്റെ പല്ലുവിന്റെ നടുക്കത്തെ പോർഷനിലോട്ടും ഇതേ സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് പള്ളിയിലൊക്കെ തലയിലിടുമ്പോഴാണെങ്കിലും അല്ലാതെ ഇങ്ങനെ പിടിച്ച് ഫ്രണ്ടിലോട്ട് കുത്തുമ്പോഴൊക്കെ ആണെങ്കിലും ഈ ഒരു പല്ലുവിന്റെ എൻ പോർഷനിൽ വരുന്ന ഡിസൈൻസിന് നല്ല ഹൈലൈറ്റ് വരും. അതുപോലെ തന്നെ പല്ലുവിന്റെ അപ്പുറത്തെ എൻഡിനും ഈ സെയിം ഡിസൈൻ 3 സ്ട്രോബെറി അത്രയും ലീവ്സും വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായി കളർ കോമ്പിനേഷൻ, നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണുകയും ചെയ്യും. ഇതുപോലെ എല്ലാ ഏജ് ഗ്രൂപ്പിനൊക്കെ ആണെങ്കിലും പറ്റുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ ആണ്. അതുപോലെ നമുക്ക് എസ്പെഷ്യലി ചേർച്ച് വെയർ ആയിട്ടാണ് നമുക്ക് കൂടുതൽ ഈ ഓഫ് വൈറ്റും വൈറ്റും പോകുന്നത്. എന്നാലും അല്ലാതെയൊക്കെ ആണെങ്കിലും കൂടുതലും വൈറ്റും ഓഫ് വൈറ്റും മാത്രം ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സാരി. നെക്സ്റ്റ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ചെറിയ ഒറ്റ സ്ട്രോബെറിയും ലീഫും വരുന്നത് പോലത്തെ ചെറിയ ഡിസൈൻ എൻ്റെ റണ്ണിങ് പോർഷനിൽ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിംഗിൾ സ്ട്രോബെറി വിത്ത് ലീഫ് വരുന്നത് പോലത്തെ ചെറിയ ഡിസൈൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു റണ്ണിങ് പോർഷൻ പ്ലെയിൻ അല്ലാതെ ആ ഒരു ബോർഡറിൽ കൂടി ആ ഒരു കളർ കോമ്പിനേഷൻ ഒരു ഹൈലൈറ്റ് വരുന്നത് പോലെ തന്നെ ആ ഒരു ചെറിയ 2 സ്ട്രോബെറി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ 3 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമ്മൾ പല്ലു പോർഷനിൽ കണ്ടതുപോലെ തന്നെ 3 സ്ട്രോബെറീസും അതിന് അനുസരിച്ചുള്ള ലീവ്സും ഒക്കെ വരുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. എല്ലാ ഡിസൈനിലും ആ കളർ കോമ്പിനേഷനൊക്കെ സെയിം ആയിട്ട് തന്നെ ആ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓരോ സ്ട്രോബെറീസും സത്യത്തിൽ നല്ല ആ ഒരു ഐഡന്റിക്കൽ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അത്രയും ഫിനിഷിങ്ങിൽ തന്നെ ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലും സെയിം ഡിസൈൻ തന്നെ 3 സ്ട്രോബെറിയും കുറച്ച് ലീവ്സും വരുന്നത് പോലെ ആ ഒരു സെയിം ഡിസൈൻ തന്നെ ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലും വന്നിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്ത് ടോട്ടലായിട്ട് 7 ഇതുപോലത്തെ 3 സ്ട്രോബെറീസ് ഉള്ള ഡിസൈനും അതുപോലെ 2 കുഞ്ഞ് സ്ട്രോബെറിയുടെ ഡിസൈനുമാണ് ഇതിനകത്ത് ഈ സാരിയിൽ ടോട്ടലായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 1775 ആണ്. ഈ സാരി വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ കാണിച്ച സാരീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ സാരീസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും വർക്കൊക്കെ ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.